ഹലോ നമസ്കാരം. വീക്കിലി സ്വിംഗ് ട്രേഡിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ദിസ് ഇസ് മീ അർജുൻ. വെൽക്കം ബാക്ക് ടു സ്റ്റോക്ക് മാർക്കറ്റ് കേരള. എങ്ങനെ ഉണ്ടായിരുന്നു കഴിഞ്ഞ ആഴ്ച? അത്യാവശ്യം നല്ല വോളറ്റൈലായിട്ടുള്ള മൂവ്മെന്റ്സ് ഒക്കെ നടന്നിട്ടുണ്ടായിരുന്നു. ഫ്രൈഡേ ഒരൊറ്റ ദിവസം കൊണ്ട് തന്നെ മാത്രം നിഫ്റ്റി ഒരു 1% മുകളിൽ താഴേക്ക് പോകുന്നു. ആദ്യത്തെ ഒരു മണിക്കൂർ 1.5 മണിക്കൂർ കൊണ്ട്. പിന്നെ തിരിച്ച് വലിയൊരു വി ഷേപ്പ് റിക്കവറി, ഒരു 2% മുകളിൽ അപ്സൈഡിലേക്ക് ഒരു റാലി തരുന്നു. 24,200 താഴെ വന്നതിന് ശേഷം 24,700 മുകളിൽ വന്ന് മാർക്കറ്റ് ക്ലോസ് ചെയ്യുന്നു. വലിയ രീതിയിലുള്ള വോളറ്റിൽ ആക്ടിവിറ്റി നടന്നിട്ടുള്ള ഒരു ആഴ്ചയും കൂടി ആയിരുന്നു കഴിഞ്ഞ ആഴ്ച. എന്നാൽ പോലും മാർക്കറ്റ് 24,700 മുകളിലാണ് ക്ലോസ് ചെയ്തിട്ടുള്ളത്. സ്റ്റിൽ ലാസ്റ്റ് വീക്കിൽ നമ്മൾ പറഞ്ഞ പോലെ എക്സ്പെക്ട് ചെയ്യുന്നത് സ്ലോ ആൻഡ് സ്റ്റഡി ആയിട്ടുള്ളൊരു റിവേഴ്സൽ അല്ലെങ്കിൽ ഒരു റിക്കവറി മൂവ്മെൻറ്റ്സ് തന്നെയാണ് അടുത്ത ആഴ്ചയിലൊക്കെ ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നത്. ഒരു 25,000, 25,200 ഈ ലെവലിൻ്റെ മുകളിലേക്കൊക്കെ മാർക്കറ്റ് പെർഫോം ചെയ്യാനുള്ള സാധ്യതയുണ്ട്, എസ്പെഷ്യലി ഫ്രൈഡേത്തെ ക്ലോസിംഗ് കൂടി കൺസിഡർ ചെയ്യുമ്പോൾ. പക്ഷേ വോളറ്റിലിറ്റി കൂടാനുള്ള സാധ്യതകളും മാർക്കറ്റിലുണ്ട്. അതായത് ഇപ്പോൾ നിൽക്കുന്ന ഒരു ഫേസിൽ മാർക്കറ്റിന് ഹോൾഡ് ചെയ്യാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ കുറച്ച് കാലത്തേക്ക് ഈ ഒരു കൺസോൾട്ടേഷൻ അല്ലെങ്കിൽ വോളറ്റിലിറ്റി കണ്ടിന്യൂ ചെയ്യാനുള്ള ചാൻസും കൂടുതൽ തന്നെയാണ്. പക്ഷേ ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നത് ബുള്ളിഷ് മൂവ്മെൻറ്റ്സ് ആണ്. ബുള്ളിഷ് എന്ന് പറയുമ്പോൾ സ്ട്രോങ് ആയിട്ടുള്ള ബുള്ളിഷ് മൂവ്മെൻറ്റ്സ് അല്ല, സ്ലോ ആൻഡ് സ്റ്റഡി ആയിട്ടുള്ള മാർക്കറ്റ് അപ്സൈഡിലേക്ക് പുഷ് ചെയ്ത് പോകുന്ന തരത്തിലുള്ള മൂവ്മെൻറ്റ്സ് ഒക്കെയാണ് എക്സ്പെക്ട് ചെയ്യുന്നത്. എനിവേ ലാസ്റ്റ് വീക്കിൽ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്ന സ്റ്റോക്സിൻ്റെ പെർഫോമൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. കഴിഞ്ഞ ആഴ്ച നമ്മൾ വാച്ച് ലിസ്റ്റിലുണ്ടായിരുന്ന ഏറ്റവും ആദ്യത്തെ സ്റ്റോക്ക് എന്ന് പറയുന്നത് ഇൻട്രാമെഡ്കോ. ഏകദേശം നമ്മൾ പറഞ്ഞ ലെവൽ എന്ന് പറയുന്നത് 500, ആ ഒരു 500 എന്ന് പറയുന്ന എബോവ് ക്ലോസിംഗ് വന്നതിന് ശേഷമായിരുന്നു. അവിടെ ഒരു റീടെസ്റ്റ് നടത്തിയെന്ന് കൺഫേം ചെയ്തതിന് ശേഷമാണ് നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നത്. ഏകദേശം 501 ഓപ്പൺ ചെയ്തിട്ട് മൺഡേ തന്നെ 530 വരെയൊക്കെ ഹൈ ഗ്രേറ്റ് ചെയ്തു. പക്ഷേ അവിടെ സസ്റ്റെയിൻ ചെയ്യാൻ പറ്റാതെ കഴിഞ്ഞൊരു 4 ദിവസമായിട്ട് സ്റ്റോക്ക് ഈ ഒരു റേഞ്ചിലേക്ക് താഴേക്ക് വരുന്നതാണ് കണ്ടത്. എനിവേ ഈ ഒരു ലൊക്കേഷനിൽ, അതായത് ഇപ്പോൾ ലാസ്റ്റ് ക്ലോസ് ചെയ്തിട്ടുള്ള ഏകദേശം നിയർലി നമ്മൾ എൻട്രി പോയിന്റിന് താഴെയാണ് വരുന്നത്. ഞാൻ പറഞ്ഞിരുന്നു ഈ ഒരു 490 to 500 ഇടയിൽ എവിടെ നമുക്ക് കൺസിഡർ ചെയ്യാൻ പറ്റും. സ്റ്റോപ്പ് പ്രോപ്പറായിട്ട്, അതായത് 455, 450 എന്ന് പറയുന്ന ലെവലിൻ്റെ താഴെ കീപ്പ് ചെയ്താൽ മതി. സ്റ്റിൽ ഇവിടെ ഒരു ഫ്രഷ് എൻട്രി പോലും കൺസിഡർ ചെയ്യാൻ പറ്റുന്ന ലൊക്കേഷനാണ്. 480 to 490 ഈ ലൊക്കേഷൻ്റെ ഇടയിൽ നമുക്ക് ഫ്രഷ് എൻട്രി കൺസിഡർ ചെയ്യാം. ഓൾറെഡി റൺ ചെയ്യുന്ന ഒരു ഹോൾഡ് ചെയ്യുക, സ്റ്റോപ്പ് മീറ്റ് ചെയ്യുക അല്ലെങ്കിൽ ടാർഗറ്റ് മീറ്റ് ചെയ്യുക. ഇത് രണ്ടിൻ്റെ ഇടയിൽ നമ്മൾ എന്ത് ചെയ്യുന്നില്ല, എക്സിറ്റ് ചെയ്യുന്നില്ല. ലോങ് കൺസോൾട്ടേഷൻ ഈ ഒരു ലെവലിൽ വരികയാണെന്നുണ്ടെങ്കിൽ മാത്രം ക്വാണ്ടിറ്റി റെഡ്യൂസ് ചെയ്താൽ മതി. നെക്സ്റ്റ് നമ്മൾ വാച്ച് ലിസ്റ്റിൽ സൊമാറ്റോ വലിയ രീതിയിൽ നമ്മൾ ബുള്ളിഷായിട്ടുള്ള മൂവ്മെൻറ്റ്സ് ഒക്കെ എക്സ്പെക്ട് ചെയ്തിരുന്നു. എനിവേ ആ ലെവൽ ഹോൾഡ് ചെയ്യാൻ പറ്റാതെ മാർക്കറ്റിൽ നിന്ന് എന്ത് ചെയ്യുന്നു, താഴെ വരുന്നു. നമ്മൾ സ്റ്റോപ്പ് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ലാസ്റ്റ് വീക്കിലി ക്ലോസിംഗ് ആണ് നമ്മൾ സ്റ്റോപ്പ് കീപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഏകദേശം ആ സ്റ്റോപ്പ് ഹിറ്റാണ്, ജസ്റ്റ് ഹിറ്റാണ്. ഹിറ്റ് ചെയ്തതിന് ശേഷം അവിടെ ഒരു സ്ട്രോങ് ക്ലോസിങ് അപ്സൈഡിലാണ് തന്നിട്ടുള്ളത്. എനിവേ സ്റ്റോക്ക് ലീവ് ചെയ്യുക. ഇനി ഫർദർ ഒരു അപ്പ് മൂവ് ഞാൻ എക്സ്പെക്ട് ചെയ്യുന്ന ഒരു 293 ലെവലിൻ്റെ മുകളിലേക്ക് പ്രോപ്പർ ഒരു ക്ലോസിങ്, ബുള്ളിഷ് ക്ലോസിങ് വരികയാണെന്നുണ്ടെങ്കിൽ സ്റ്റോക്ക് അഗെയിൻ നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്ന 320, 330 ലെവലിലേക്കൊക്കെ ഇനിയും മൂവ് ചെയ്യാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഈ ലെവലിൻ്റെ മുകളിൽ വരികയാണെന്നുണ്ടെങ്കിൽ മാത്രം കൺസിഡർ ചെയ്താൽ മതി. ഇതിൻ്റെ താഴേക്ക് പോകുന്നതോറും സ്റ്റോക്ക് ഈ റേഞ്ചിൻ്റെ അകത്ത് കൺസോൾട്ടേറ്റ് ചെയ്യാനും അല്ലെങ്കിൽ ഈ ഒരു റേഞ്ച്, ഈ ഹൈ ടു ലോൻ്റെ ഇടയിൽ മാത്രം മാർക്കറ്റ് ട്രേഡ് ചെയ്യാനാണ് ചാൻസ് കൂടുതൽ. ഇപ്പോൾ ബുള്ളിഷ് ആയിട്ടുള്ള മൂവ്മെൻറ്റ് വരണമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ലാസ്റ്റത്തെ ഈ ഒരു ക്യാൻഡിൽ ക്ലോസിങ്, ലാസ്റ്റത്തെ ബുള്ളിഷ് ക്യാൻഡിലല്ല, അതിൻ്റെ തൊട്ട് മുന്നത്തെ ബാരിഷ് ക്യാൻഡിലിൻ്റെ മുകളിൽ ഒരു പോസിറ്റീവ് ക്യാൻഡിൽ ക്ലോസിങ് വരട്ടെ, അതിനുശേഷം മാത്രം നമുക്ക് കൺസിഡർ ചെയ്യാം. നെക്സ്റ്റ് നമ്മൾ വാച്ച് ലിസ്റ്റിലുണ്ടായിരുന്നത് അശോക ബിൽക്കോൺ അത്യാവശ്യം നല്ല രീതിയിൽ പെർഫോം ചെയ്തിട്ടുണ്ട്. ഏകദേശം നമ്മൾ പറഞ്ഞൊരു ക്ലോസിംഗ് എന്ന് പറയുന്നത് ഈ ഒരു റേഞ്ചിനുള്ള 278. ഇപ്പോൾ ഈ ഒരു ലെവലിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ബെറ്റർ ആയിരുന്നു എന്ന് നമ്മൾ പറയുന്നുണ്ട്. പക്ഷേ അവിടെ വരുന്നില്ല. അതിൻ്റെ തൊട്ട് മുകളിൽ 279, 80 എന്ന് പറയുന്ന റേഞ്ച്, ആ ഒരു ഏരിയയിലൊക്കെ ഓപ്പൺ ചെയ്യുന്നു. അത് ഓപ്പൺ ചെയ്തതിന് ശേഷം അവിടെ നിന്ന് ഏകദേശം ഒരു 6% മുകളിൽ സ്റ്റോക്ക് മൂവ് ചെയ്തിട്ടുണ്ട് എഗെയിൻ. ഇപ്പോൾ നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത് ഇവിടെ നിന്നും ഈ ഒരു ലെവൽ കൺസോൾട്ടേഷന് ശേഷം ബ്രേക്ക് ചെയ്തിട്ട് ഈ ഒരു ടാർഗറ്റ് മീറ്റ് ചെയ്യുക എന്നുള്ളത് തന്നെയാണ്. റൺ ചെയ്യുന്നത് സേഫായിട്ട് എക്സിറ്റ് ചെയ്യേണ്ടവർക്ക് ഏകദേശം എക്സിറ്റ് ചെയ്യാൻ പറ്റും. അതല്ല നമ്മൾ ഫുൾ ടാർഗറ്റിന് വേണ്ടി വെയിറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഹോൾഡ് ചെയ്യുക. നമ്മൾ 2-3 വീക്സ് ഒക്കെ കൊണ്ട് ഈ ഒരു സ്റ്റോക്ക് പെർഫോം ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. സ്റ്റോപ്പ് വേണമെങ്കിൽ ഒന്ന് മോഡിഫൈ ചെയ്തിട്ട് ഈ ഒരു ബ്രേക്ക് ഔട്ട് ക്യാൻഡിൻ്റെ ലോയിലേക്ക് മാറ്റാം. റിസ്ക് വളരെ ചെറിയ റിസ്കിലേക്ക് മാറ്റിയതിന് ശേഷം റൺ ചെയ്യാം. നെക്സ്റ്റ് നമ്മൾ വാച്ച് ലിസ്റ്റിലുണ്ടായിരുന്ന സ്റ്റോക്ക് എന്ന് പറയുന്നത് AMJ ഹോൾഡിംഗ്. അവിടെ ഒരു കൺസോൾട്ടേഷൻ, നമ്മൾ എൻട്രി ലൊക്കേഷനിൽ തന്നെയാണ് ട്രേഡ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഏകദേശം ഈ റീടെസ്റ്റ് ക്യാൻഡിലാണ് നമ്മൾ കൺഫേം ചെയ്തത്. അതിൻ്റെ മുകളിൽ ഓപ്പണിംഗ് വന്നു 67.8 അല്ലെങ്കിൽ 68 എന്ന് പറയുന്ന റേഞ്ച് വരെ വന്നു. നമ്മൾ ഫസ്റ്റ് ടാർഗറ്റിൻ്റെ തൊട്ട് താഴെ, അതായത് 69 ആയിരുന്നു നമ്മൾ ഫസ്റ്റ് ടാർഗറ്റ് പറഞ്ഞാൽ, അതിൻ്റെ തൊട്ട് താഴെ വരെ വന്നിട്ടുണ്ട്. പക്ഷേ അവിടെ നിന്ന് സ്റ്റോക്ക് കൺസോൾട്ടേറ്റ് ചെയ്യുന്നത് എൻട്രി ലൊക്കേഷനിലാണ്. ഇവിടെയും ഞാനൊരു ഫ്രഷ് എൻട്രി കൺസിഡർ ചെയ്യും. ഈ ഒരു ലൊക്കേഷനും ഫ്രഷ് എൻട്രിക്ക് ഓക്കെയാണ്. നമ്മൾ ഈ ലെവലിൻ്റെ താഴെ സ്റ്റോപ്പ് കീപ്പ് ചെയ്താൽ മതി. ഈ ലെവലിൽ നമുക്ക് ഇനി ഫ്രഷ് എൻട്രി കൺസിഡർ ചെയ്യാൻ പറ്റും. സെയിം ലെവലുകൾ തന്നെ ആയിരിക്കും ടാർഗറ്റ് ആയിട്ട് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത്. നെക്സ്റ്റ് നമ്മൾ വാച്ച് ലിസ്റ്റിൽ ഗോൾഡ് ടൈം ഇൻ്റർനാഷണൽ
അത്യാവശ്യം വലിയ രീതിയിൽ മൂവ്മെൻറ്റ്സ് നടത്തി. അത് അതേപോലെ തന്നെ നമ്മളെ റീടെസ്റ്റും വന്നിട്ടുണ്ട്. ഇപ്പോൾ ഈ ബ്രേക്ക്ഔട്ട് ക്യാൻഡിലിന് ശേഷമായിരുന്നു നമ്മൾ എൻട്രി പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഒന്നെങ്കിൽ ആ ലെവലിൽ തന്നെ എൻട്രി എടുക്കുക, അതല്ലെങ്കിൽ താഴേക്ക് വരാം. ഏറ്റവും പ്രൈസ് ഫീസിബിൾ ആയിട്ടുള്ളൊരു ഡിസ്കൗണ്ട് ഏരിയ എന്ന് പറയുന്നത് ആ ഒരു ക്യാൻഡിലിൻ്റെ 50%ലായിരുന്നു. തൊട്ടടുത്ത ദിവസം അതിൻ്റെ മുകളിൽ ഓപ്പൺ ചെയ്യുന്നു 440 വരെ. ഓൾമോസ്റ്റ് നമ്മൾ പറഞ്ഞില്ല, നമ്മൾ ഫസ്റ്റ് ടാർഗറ്റ് അവിടെ ഹിറ്റ് ചെയ്തു. ഒരുപാട് പേര് പറഞ്ഞത് സ്റ്റോക്ക് താഴേക്ക് വന്നില്ല, മുകളിലേക്ക് പോവാണ്. ഇറ്റ് ഡിപ്പെൻസ്. ഓരോ ദിവസവും മാർക്കറ്റ് ഓപ്പൺ ചെയ്യുന്നതിനനുസരിച്ച് മാറിക്കൊണ്ടേയിരിക്കും. അതേപോലെ തന്നെ സ്റ്റോക്ക് ഇപ്പോൾ വലിയ രീതിയിൽ പല സ്റ്റോക്ക് നമുക്ക് റീടെസ്റ്റ് ചെയ്ത് തന്നെ, പക്ഷേ എന്നാൽ ആ ഫസ്റ്റ് ടാർഗറ്റ് അടിച്ചതിന് ശേഷം സ്റ്റോക്ക് കണ്ടിന്യൂസ്ലി എന്ത് ചെയ്യുന്നുണ്ട്, ഈ ഒരു ലെവലിലേക്ക് ടെസ്റ്റ് ചെയ്യാൻ വരുന്നുണ്ട്. ഏകദേശം 400-405 എന്ന് പറയുന്ന ലെവലുകൾ ടെസ്റ്റ് ചെയ്തിട്ടാണ് ഇപ്പോൾ മാർക്കറ്റ് നിൽക്കുന്നത്. ഇവിടെ 420ൻ്റെ മുകളിലാണ് ക്ലോസിംഗ് വന്നുള്ളത്. ഫ്രൈഡേയിൽ അത്യാവശ്യം നല്ല മൂവ്മെൻറ്റ്സ് സ്റ്റോക്കിൽ നടന്നിട്ടുണ്ട്. പെർസെൻറ്റേജ് വൈസ് പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു 4-3%ൻ്റെ മുകളിലുള്ള മൂവ്മെൻറ്റ്സ് ആ സിംഗിൾ ഡേ തന്നെ ഇൻ ബിറ്റ്വീൻ നടന്നിട്ടുണ്ട്. ക്ലോസിംഗ് ഒരു 1%ൻ്റെ അടുത്ത് മാത്രമേ തൊട്ട് മുന്നത്തെ ദിവസം കമ്പയർ ചെയ്യുമ്പോൾ നടന്നിട്ടുള്ളെങ്കിൽ പോലും ആ ഒരു ദിവസം നല്ലൊരു മൂവ് അതിൻ്റെ അകത്ത് നടന്നിട്ടുണ്ട്. സ്റ്റിൽ ഈ ഒരു ഏരിയയിൽ ഫ്രഷ് എൻട്രി കൺസിഡർ ചെയ്യേണ്ട. 420 നമ്മൾ 440 ആണ് നമ്മൾ ഫസ്റ്റ് ടാർഗറ്റ്. അതിൻ്റെ ഏരിയയിൽ കൺസിഡർ ചെയ്യാതിരിക്കുകയാണ് ബെറ്റർ. ഇവൻ ഇനി നിങ്ങളൊരു എൻട്രി എടുക്കുകയാണെങ്കിൽ പോലും വളരെ ലിമിറ്റഡ് ആയിട്ടുള്ള സ്റ്റോപ്പ്, അതായത് സ്റ്റോപ്പ് വളരെ ചെറിയ സ്റ്റോപ്പിലേക്ക് മാറ്റി. ഇത്രയൊന്നും സ്റ്റോപ്പ് കീപ്പ് ചെയ്യേണ്ട, കുറച്ച് മുകളിലേക്ക് മാറ്റി ഒരു 390 ലെവലിലേക്ക് സ്റ്റോപ്പ് കീപ്പ് ചെയ്തിട്ട് വേണമെങ്കിൽ എൻട്രി എടുക്കാം. പക്ഷെ അത് റിസ്കി എൻട്രിയാണ്. ഞാൻ അത്ര താല്പര്യപ്പെടുന്നില്ല ഇങ്ങനെ ഒരു എൻട്രി എടുക്കുന്നത്. കാരണം വേറെ ഓപ്പർച്യൂണിറ്റീസുള്ള സ്റ്റോക്കുകളുണ്ട്. പക്ഷെ ഇതിൻ്റെ അകത്ത് തന്നെ ഒരു എൻട്രി വേണം എന്നുള്ളത് നിർബന്ധമുള്ള കേസല്ല. പക്ഷേ ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നുണ്ട് സ്റ്റോക്ക് 440 കട്ട് ചെയ്യുന്നതും 460 കട്ട് ചെയ്യുന്നതും അങ്ങനെയുള്ള എല്ലാ മൂവ്മെൻറ്റും നടക്കാൻ സാധ്യതയുണ്ട്. ഇനി നെക്സ്റ്റ് വീക്കിലേക്ക് നമ്മൾ വാച്ച് ചെയ്യുന്ന സ്റ്റോക്കുകൾ ഏതൊക്കെയാണെന്ന് നോക്കാം. ഓക്കെ, നമ്മൾ വാച്ച് ലിസ്റ്റിൽ ഏറ്റവും ആദ്യം വരുന്നത് ബ്ലിസ് GVS ഫാർമ ലിമിറ്റഡ്. ബ്ലിസ് ജി വി എസിൻ്റെ ഒരു സ്ട്രക്ചർ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ വീക്കിലിയിലേക്കൊന്ന് ടൈം ഫ്രെയിം മാറ്റി കഴിഞ്ഞാൽ പ്രോപ്പറായിട്ടൊരു കൺസോൾട്ടേഷൻ നടക്കുന്നു. കൺസോൾട്ടേഷന് ശേഷം ഈ ഒരു ഏരിയയിൽ വലിയ രീതിയിൽ ഒരു ചെറിയ ടൈം ഫ്രെയിം എന്ന് പറയാൻ പാടില്ല, ഓൾമോസ്റ്റ് 1 ഇയറിൻ്റെ ടൈം ഫ്രെയിമിൽ ഒരു കൺസോൾട്ടേഷൻ ആയിരുന്നു. ആ ലൊക്കേഷനെ അവിടെ ബ്രേക്ക് ചെയ്തതിന് ശേഷം അവിടെ റീടെസ്റ്റ് വരുന്നു, തിരിച്ചു പോകുന്നു. അപ്പോൾ ഇതാണ് സ്ട്രക്ചർ നിൽക്കുന്നത്. പ്രോപ്പറായിട്ട് റിവേഴ്സൽ നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ പറ്റും. സ്റ്റോക്കിലാണെന്നുണ്ടെങ്കിൽ അടുത്തടുത്ത ലെവലുകൾ വരുന്നത് ഇപ്പോൾ 190 ലെവലുകൾ, 180 to 190, പിന്നെ വരുന്നത് 220 ലെവലുകൾ. ഇപ്പോൾ ഈ ഏരിയകളിലൊക്കെയാണ് സ്റ്റോക്കിന് പിന്നെ വരുന്ന ഒരു റെസിസ്റ്റൻസ് ഏരിയ എന്ന് പറയുമ്പോൾ സ്റ്റോക്ക് ഇവിടെ സർവൈവ് ചെയ്യുകയാണെങ്കിൽ, ഓൾമോസ്റ്റ് സർവൈവ് ചെയ്യുന്നുണ്ട്. നമ്മൾ അട്രാക്റ്റീവ് പാർട്ട് എന്ന് പറയുന്നത് അത് തന്നെയാണ്. ആ ബ്രേക്ക്ഔട്ട് നടന്നതിന് ശേഷം സ്ലോ ആൻഡ് സ്റ്റഡി ആയിട്ട് ആ ഏരിയയിലേക്ക് റീടെസ്റ്റ് ആയിരുന്നു. ഇപ്പോൾ ഒരു വലിയ ക്യാൻഡിൽ അവിടെ വോളിയം അല്ലെങ്കിൽ സ്ട്രെങ്ത്തിനെയാണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. പ്രൈസ് ആ ലെവലിന് 150 ലെവലിന് ഹോൾഡ് ചെയ്യുന്നുണ്ട്. നമുക്കിവിടെ ഒരു എൻട്രി എടുക്കുകയാണെന്നുണ്ടെങ്കിൽ വലിയൊരു സ്റ്റോപ്പ് വരും, ഏകദേശം 10%ൻ്റെ അടുത്ത് നമുക്ക് സ്റ്റോപ്പ് വരും. നമുക്കൊരു 166 to 176 ഈ റേഞ്ചിൻ്റെ അത് ഇപ്പോൾ നിലവിൽ മാർക്കറ്റ് പ്രൈസ് 176ആണ്. അപ്പോൾ ഈ റേഞ്ചിൻ്റെ അകത്ത് എൻട്രി എടുക്കുകയാണെങ്കിൽ കുറച്ചുകൂടി ബെറ്റർ, നമുക്ക് റിസ്ക് ഒന്ന് കുറക്കാൻ പറ്റും. നമ്മൾ റിസ്ക് ഏകദേശം 149 അല്ലെങ്കിൽ 150യുടെ താഴെ വരും. നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്ന ടാർഗറ്റ് ലെവലുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 200 to 20 ലെവലുകളൊക്കെയാണ് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന ടാർഗറ്റ് ലെവലുകൾ എന്ന് പറഞ്ഞാൽ. ഇപ്പോൾ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ 176ലാണ് ട്രേഡ് നടക്കുന്നത്. നിങ്ങൾക്ക് ആ ഒരൊറ്റ ക്യാൻഡിലിൻ്റെ ഇൻ ബിറ്റ്വീൻ എവിടെ വേണമെന്നുണ്ടെങ്കിലും കയറാം. 50%ൻ്റെ എവിടെ വേണമെങ്കിലും കയറാം. അതായത് 166 to 176ൻ്റെ അകത്ത് എവിടെ വേണമെങ്കിലും കയറാം. നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന ടാർഗറ്റ് ലെവൽസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 206 അല്ലെങ്കിൽ 200. ഫസ്റ്റ് ടാർഗറ്റ് നമുക്ക് 200, സെക്കൻഡ് ടാർഗറ്റ് 218. അപ്പോൾ ഈ ഒരു ലെവലിലേക്കാണ് ഞാൻ മാർക്കറ്റിന് അല്ലെങ്കിൽ ഈ ഒരു സ്റ്റോക്കിനെ എക്സ്പെക്ട് ചെയ്യുന്നത്. ഇതും ഷോർട്ട് ടേമിലേക്കാണ്. നമുക്കൊരു 3 to 5 വീക്സ് ഒക്കെ മേ ബി ഹോൾഡിംഗ് വരാം. ഒരാഴ്ച ചിലപ്പോൾ ഒരു 1-2 ക്യാൻഡിൽ അവിടെ നിന്ന് ട്രേഡ് ചെയ്ത് ഒന്ന് കൺസോൾട്ടേറ്റ് ചെയ്തിട്ടായിരിക്കും അടുത്ത വലിയൊരു മൂവ് വരാം. അതല്ലെങ്കിൽ ചിലപ്പോൾ ലാസ്റ്റ് വീക്കിലൊക്കെ കണ്ട പോലെ മൺഡേ ഓപ്പണിങ്ങിന് തന്നെ വലിയൊരു മൂവ്മെൻറ്റ് നടന്നതിന് ശേഷം പിന്നെ ഒന്ന് കൺസോൾട്ടേറ്റ് ചെയ്തിട്ട് റീടെസ്റ്റ് ഒക്കെ വന്ന് തിരിച്ച് കയറിപ്പോൾ. അപ്പോൾ പേഷ്യൻസോടുകൂടി ഹോൾഡ് ചെയ്യാന്നുള്ളതാണ് ഇതിന് ചെയ്യാൻ പറ്റുന്നത്. പിന്നെ നല്ല പ്രൈസിൽ എൻട്രി കിട്ടുക എന്നുള്ളത്. ഇപ്പോൾ നമുക്ക് ഈ ഒരു ലെവലിൽ നിന്ന് എൻട്രി കിട്ടിയില്ല, ഒന്ന് താഴെ നിന്നാണ് കിട്ടുന്നതെങ്കിൽ അത് കുറച്ചുകൂടി ബെറ്ററാണ്. നെക്സ്റ്റ് നമ്മൾ വാച്ച് ലിസ്റ്റിൽ വരുന്ന സ്റ്റോക്ക് ദീപ് ഇൻഡസ്ട്രീസ് ഞാൻ ഒരുപാട് മുമ്പും സജസ്റ്റ് ചെയ്തിട്ടുള്ള അല്ലെങ്കിൽ ഡിസ്കസ് ചെയ്തിട്ടുള്ള ഒരു സ്റ്റോക്കാണ്. ഇപ്പോൾ ഈ ഒരു സ്റ്റോക്ക് 400 അല്ലെങ്കിൽ 450, 470 റേഞ്ചോ കട്ട് ചെയ്യുന്നു. അങ്ങനെ പലപ്പോഴായിട്ട് സ്റ്റോക്കിന് പ്രോപ്പർ സ്ട്രക്ചർ മേക്ക് ചെയ്തിട്ട് പോകുന്നത്. ഇപ്പോൾ ഇവിടെ ലാസ്റ്റ് ഹൈ, അതിൻ്റെ മുകളിൽ ഹൈ, ഇങ്ങനെയാണ് പോകുന്നത്. പ്രോപ്പറായിട്ട് പ്രൈസ് ആക്ഷനെ ഫോളോ ചെയ്തുകൊണ്ടേ പോകുന്നൊരു പാറ്റേണിലാണ് സ്റ്റോക്ക് നിൽക്കുന്നത്. അപ്പോൾ നമുക്കിവിടെ ലാസ്റ്റ് വന്നിട്ടുള്ള റെസിസ്റ്റൻസിൻ്റെ ബ്രേക്കിൻ്റെ മുകളിൽ നമുക്ക് എൻട്രി എടുക്കാം. ലാസ്റ്റ് വന്നിട്ടുള്ള ഒരു ഏരിയ എന്ന് പറയുന്നത് ഈ ഒരു ഏരിയയാണ് ബ്രേക്ക് ചെയ്തിട്ടുള്ളത്. ആ ബ്രേക്ക് ചെയ്യുന്നു, അവിടെ എന്ത് ചെയ്യുന്നു, കൺസോൾട്ടേറ്റ് ചെയ്യുന്നു, ഒരു ഹൈ വരുന്നു. ഇപ്പോൾ നമ്മൾ വീക്ക്ലി ടൈം ഫ്രെയിമിലേക്കൊക്കെ പോകുകയാണെന്നുണ്ടെങ്കിൽ സ്ട്രോങ് ക്ലോസിംഗ് ആണ്. ഏറ്റവും ലാസ്റ്റത്തെ ക്യാൻഡിലിൽ വിക്കൊക്കെയാണ്, പക്ഷേ ഈ ഒരു ലെവലിൽ സ്ട്രോങ് ക്ലോസിംഗ് ആണ്. അപ്പോൾ നമ്മൾ ഫർദർ എക്സ്പെക്റ്റ് ചെയ്യുന്നത് ഈ സ്ട്രക്ചർ എന്ത് ചെയ്യുന്നു, സ്റ്റോക്ക് എന്ത് ചെയ്യുക, ഈ ഒരു ലെവലിലേക്ക് വന്നിട്ട്
ഈ ഒരു മൂവ്മെൻറ്റ് നടത്താന്നുള്ളത്. അപ്പോൾ നമ്മൾ ഇതിനൊരു ഡെയിലി ടൈം ഫ്രെയിമിലേക്ക് മാറ്റി കഴിഞ്ഞാൽ നമുക്ക് കുറച്ചും കൂടി ഫീസിബിൾ ആയിട്ടുള്ള ലൊക്കേഷൻസ് കിട്ടും, എൻട്രി പോയിന്റുകൾ കിട്ടും. നോക്കാം. ഇപ്പോൾ ഈ ഒരു ഏരിയയിൽ ഈ ഒരു ലെവലിലേക്ക് സ്റ്റോക്കിനെ ഒന്നുകൂടി കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ബെറ്റർ. അതായത് 560 ടു 40, 540 ടു 560 ഇടയിൽ ഇപ്പോൾ നിലവിൽ ട്രേഡ് ചെയ്യുന്ന പ്രൈസ് എന്ന് പറയുന്നത് 570. ഈ 570 എൻട്രി എടുക്കുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. പക്ഷേ നമ്മൾ റിസ്ക് വരുന്നത് 518 താഴെയാണ്. അതായത് ആ ബ്രേക്ക്ഔട്ട് ക്യാൻഡിൽ അല്ലെങ്കിൽ വീക്ക്ലി ബ്രേക്ക്ഔട്ടിലെ ആ ക്യാൻഡിലിൻ്റെ ബോഡിക്ക് താഴെയാണ് ഞാൻ സ്റ്റോപ്പ് കീപ്പ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ആ ബോഡിക്ക് താഴെ സ്റ്റോപ്പ് വരുന്ന സമയത്ത് 517, 18 എന്ന് പറയുന്ന റേഞ്ച് വരും. അപ്പോൾ അത്യാവശ്യം വലിയ സ്റ്റോപ്പ്, ഏകദേശം ഒരു 7%, നിയർലി 8% സ്റ്റോപ്പ് വരുന്നുണ്ട്. ഇപ്പോൾ നിലവിലുള്ള ലൊക്കേഷനിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ 8ൻ്റെ മുകളിൽ സ്റ്റോപ്പ് വരുന്നുണ്ട്. അപ്പോൾ എനിക്ക് ഒന്നുകൂടി ബെറ്റർ ഈ ഒരു ലെവലിലേക്ക് കിട്ടുകയാണെങ്കിൽ കയറാം. അതല്ല ഈ ലെവലും ഓക്കെയാണ്, ഇപ്പോൾ നിലവിൽ മാർക്കറ്റ് ഈ ഒരു പ്രൈസും ഓക്കെയാണ്. അപ്പോൾ നമ്മൾ സ്റ്റോപ്പ് വരുന്നത് ഈ ഒരു ലെവലിൽ വരും 517 അല്ലെങ്കിൽ 518, 520 താഴെ വരും. നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന ടാർഗറ്റ് ലെവൽസ് എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ടാർഗറ്റ് എന്തായാലും ലാസ്റ്റ് റിജക്ട് ചെയ്തിട്ടുള്ള ഹൈ ആണ് 600, 605 എന്ന് പറയുന്ന ലെവലിലാണ് ഫസ്റ്റ് ടാർഗറ്റ് നമ്മൾ കീപ്പ് ചെയ്യേണ്ടത്. അതായത് ഓൾറെഡി മാർക്കറ്റ് റിയാക്ട് ചെയ്തിട്ടുള്ള ഏരിയ 640 എന്ത് ചെയ്യുന്നു നമ്മൾ സെക്കൻഡ് ടാർഗറ്റ് ആയിട്ട് എക്സ്പെക്ട് ചെയ്യുന്നു. സെക്കൻഡ് ടാർഗറ്റ് അത്യാവശ്യം വലിയ ടാർഗറ്റ് ആണ്. ഫൈനൽ നമ്മൾ എന്ത് ചെയ്യുന്നു 660 എന്ന് പറയുന്ന റേഞ്ച്. അപ്പോൾ വലിയ വലിയ ടാർഗറ്റ്സ് ആണ്. മാർക്കറ്റ് ഓൾറെഡി മൂവ് ചെയ്യുന്ന ഈ ഒരു പാറ്റേണാണ് നമ്മൾ ക്യാപ്ചർ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അതിനനുസരിച്ചുള്ള ടൈം മാർക്കറ്റിന് കൊടുക്കുക. അപ്പോൾ മാർക്കറ്റ് എന്ത് ചെയ്യുന്നു ഇവിടെ ഒന്ന് ഒരു ചെറിയൊരു മൂവ്മെൻറ്റ് നടത്തിയിട്ട് അഗെയിൻ ഒന്ന് കൺസോൾഡേറ്റ് ചെയ്ത് അഗെയിൻ ഒരു കൺസോൾട്ടേഷൻ, അങ്ങനെ ഒരു പാറ്റേണിലേക്കായിരിക്കും സ്ട്രക്ചർ മൂവ് ചെയ്യുക. ഇൻ കേസ് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന മൂവ്മെൻ്റ് ആണെന്നുണ്ടെങ്കിൽ ഇങ്ങനെയായിരിക്കും. പിന്നെ ഇതേപോലുള്ള ബ്രേക്ക്ഔട്ട് ക്യാൻഡിലുകൾ ഒരുപാട് സമയം ഇവിടെ കൺസോൾട്ടേഷൻ നടക്കുന്നുണ്ട്. അപ്പോൾ ഇവ എപ്പോഴും ഒരു ബ്രേക്ക്ഔട്ട് ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്. വലിയ രീതിയിലൊരു പ്രൈസ് മൂവ്മെൻറ്റ് ഇതിൻ്റെ അകത്ത് വരാനുള്ള സാധ്യതയാണ്. നെക്സ്റ്റ് നമ്മൾ വാച്ച് ലിസ്റ്റിൽ വരുന്ന HBL പവർ സിസ്റ്റം ആണ് നമ്മൾ വാച്ച് ലിസ്റ്റിലുള്ളത്. ഒരു ബ്രേക്ക്ഔട്ട് ലൊക്കേഷനിലാണ് സ്റ്റോക്ക് ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അവിടെ ഒരു നാരോ കൺസോൾട്ടേഷൻ ഉണ്ട്. ഫ്രൈഡേയിലെ ക്ലോസിങ് കുറച്ചും കൂടി കൺവിൻസിങ് ആയിട്ടുള്ള ക്ലോസിംഗ് ആണ്. ഡെയിലി ക്യാൻഡിൽ വരുന്നത് സ്ട്രോങ് ആയിട്ടുള്ള ഒരു ബുള്ളിഷ് ക്യാൻഡിലാണ്. അപ്പോൾ അതിൻ്റെ താഴെ സ്റ്റോപ്പ് കീപ്പ് ചെയ്യാം നമുക്ക്. ഏകദേശം ആ ഒരു ലെവലിലാണെന്നുണ്ടെങ്കിൽ 5%-ൻ്റെ മേളിൽ സ്റ്റോപ്പ് വരുന്നുണ്ട്. അപ്പോൾ 5%-ൻ്റെ മുകളിൽ സ്റ്റോപ്പ് വരുന്നുണ്ട്. 656 സ്റ്റോപ്പ് കീപ്പ് ചെയ്താൽ മതി. ഇപ്പോൾ നിലവിൽ നിൽക്കുന്ന ലൊക്കേഷനിൽ നമുക്ക് എൻട്രി എടുക്കാൻ പറ്റും. ഏകദേശം നമ്മൾ ഈ സ്റ്റോക്കിൻ്റെ സ്ട്രക്ചർ നോക്കുകയാണെന്നുണ്ടെങ്കിൽ വീക്കിലിയിലേക്ക് ഒന്ന് പോട്ടെ. ഓക്കെ, ഫൈൻ, ഗുഡ്. ആ വീക്കിലിയിലേക്ക് അവിടെ നിന്ന് ബ്രേക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ സ്ട്രോങ് ആയിട്ടുള്ള പ്രൈസ് മൂവ്മെൻറ്റ്സ് ഇതിൻ്റെ അകത്ത് വരും. ഇപ്പോൾ ഈ ഒരു ലെവലിൽ നിന്നാണെന്നുണ്ടെങ്കിൽ ഓക്കെ, നമുക്ക് ഫൈനൽ വലിയ ടാർഗറ്റൊക്കെയാണ്. അത്യാവശ്യം വലിയ സമയം കൊടുക്കേണ്ടി വരും. ഓക്കെ, ഇനി നിങ്ങൾക്ക് നിയർലി ചെറിയ ചെറിയ ടാർഗറ്റ്, അതായത് സേഫ് ആയിട്ടുള്ള എക്സിറ്റുകൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഏകദേശം ഒരു 740 റേഞ്ചിൽ നമുക്ക് എക്സിറ്റ് ചെയ്യാം. 740, 770, അതേപോലെ തന്നെ 800 ഈ ലെവൽസിലൊക്കെ നമുക്ക് എക്സിറ്റ് ചെയ്യാൻ പറ്റും. ഫൈനൽ ടാർഗറ്റ് വരെ വെയിറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ മാർക്കറ്റിൽ റൺ ചെയ്യാനുള്ള സ്പേസും ടൈമും കൊടുക്കാം. അപ്പോൾ 740, 770, അതേപോലെ തന്നെ 800 ഈ ലെവൽസ് നോക്കിയാൽ മതി. സ്റ്റോപ്പായിട്ട് കീപ്പ് ചെയ്യേണ്ടത് ഏകദേശം 650 താഴെ കീപ്പ് ചെയ്താലും മതി. 650 താഴെ കീപ്പ് ചെയ്താൽ മതി. ഒന്നുകൂടി കൺസർവേറ്റീവ് ആവുകയാണെന്നുണ്ടെങ്കിൽ 633, 633 താഴെ. സ്റ്റോക്ക് ട്രേഡ് ചെയ്യുന്ന 695 ഈ ലെവലിൽ നിങ്ങൾക്ക് എൻട്രി ചെയ്യാം. ലാസ്റ്റത്തെ ഡെയിലി ക്യാൻഡിൽ താഴെ 650 അല്ലെങ്കിൽ 56 താഴെ സ്റ്റോപ്പ് കീപ്പ് ചെയ്യാം. 740, 770, 800 എന്നുള്ള ലെവൽസാണ് ടാർഗറ്റ് ആയിട്ട് പറയുന്നത്. നെക്സ്റ്റ് സ്റ്റോക്ക് എന്ന് പറയുന്നത് GHCL ലിമിറ്റഡ് എന്ന് പറയുന്ന കമ്പനിയാണ്. അത്യാവശ്യം ഒരു ബ്രേക്ക്ഔട്ട് ലൊക്കേഷനിലാണ് നിൽക്കുന്നത്. പ്രൈസ് ടെക്നിക്കലി ബ്രേക്ക് നടത്തിയിട്ടുണ്ട്, പക്ഷേ പ്രോപ്പർ ക്ലോസിംഗ് അല്ല. എന്നാൽ പോലും നമുക്ക് കൺസിഡർ ചെയ്യാൻ പറ്റും. ഫൈൻ, ഞാൻ അതിനെ ഡെയിലി ടൈം ഫ്രെയിമിലേക്ക് ഒന്ന് മാറ്റട്ടെ. ഓക്കെ, ഇപ്പോൾ ബ്രേക്ക്ഔട്ടിൻ്റെ അവിടെ പ്രൈസ് ടെക്നിക്കലി ബ്രേക്ക് നടത്തി. വീക്കിലി ക്ലോസിങ്ങിൽ അതൊരു വിക്ക് ക്ലോസിംഗ് വന്നിട്ടുള്ളത്. പക്ഷേ എന്നാൽ പോലും നമുക്കിപ്പോൾ നിൽക്കുന്ന ഈ ഒരു ഏരിയയിൽ എൻട്രി കൺസിഡർ ചെയ്യാം. അതിൽ വീക്കിലി ടൈം ഫ്രെയിം ഒന്ന് നോക്കുകയാണെങ്കിൽ ഓക്കെ 720 അബോവ് കൺസിഡർ ചെയ്താൽ അതിപ്പോൾ 716 സ്റ്റോക്ക് ട്രേഡ് ചെയ്യുന്നത്. 720 മുകളിൽ 720 മുകളിൽ പ്രൈസ് വരികയാണെന്നുണ്ടെങ്കിൽ കൺസിഡർ ചെയ്താൽ മതി. 720 മുകളിൽ 720 ഈ ഒരു ലെവൽ 723, 720 ഈ ഒരു ലെവലിൻ്റെ മുകളിൽ പ്രൈസ് വരികയാണെങ്കിൽ എൻട്രി എടുത്താൽ മതി. നമുക്ക് സ്റ്റോപ്പായിട്ട് എന്ത് ചെയ്താൽ മതി, 671 താഴെ നമുക്ക് സ്റ്റോപ്പ് കീപ്പ് ചെയ്യാം. ഈ ലൊക്കേഷനിൽ എൻട്രി. ഓക്കെ, 7%-ൻ്റെ അടുത്ത് സ്റ്റോപ്പ് വരുന്നുണ്ട്. അപ്പോൾ അതിനനുസരിച്ച് പ്ലാൻ ചെയ്യുക. 7%-ൻ്റെ അടുത്ത് സ്റ്റോപ്പ് വരുന്നുണ്ട്. ഇവിടെ നമ്മൾ എൻട്രി ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ 670 താഴെ സ്റ്റോപ്പ് വരും. ഓക്കെ,
നമ്മളെ ഫസ്റ്റ് ടാർഗറ്റ് എന്ന് പറയുന്നത് 760 760 നമ്മൾ ഫസ്റ്റ് ടാർഗറ്റ്. 780 സെക്കൻഡ് ടാർഗറ്റ്. 800 820 എന്ന് പറയുന്ന റേഞ്ച് ഫൈനലായിട്ട് ഫിക്സ് ചെയ്യാം. അപ്പോൾ നമുക്ക് പറയുന്ന ടാർഗറ്റുകൾ 760 780 800 825. ഈ സ്റ്റോക്കിൻ്റെ അകത്ത് 716 നിലവിലെ മാർക്കറ്റ് പ്രൈസ്. അത് 720 അല്ലെങ്കിൽ 23 ക്രോസ് ചെയ്യുമ്പോൾ കയറിയാലും മതി. ഇനി റിസ്കി പ്ലേയേഴ്സ്, ഇനി കുഴപ്പമില്ല, എത്ര റിസ്ക് ആണെങ്കിലും കുഴപ്പമില്ല എന്നുള്ളവർക്കാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ബ്രേക്കിംഗ് ക്യാൻഡലിൻ്റെ ഏത് ലെവലിൽ, അതായത് ബ്രേക്കിംഗ് ക്യാൻഡലിൻ്റെ ലെവൽ എന്ന് പറയുന്നത് സ്റ്റാർട്ട് ചെയ്യുന്നത് ഏകദേശം 685 മുതൽ 716 ഇതിൻ്റെ ഇടയിലൊക്കെ കയറാം. പക്ഷേ അത് ടു റിസ്കി, വലിയ റിസ്കി പ്ലേയേഴ്സിന് മാത്രമേ ഉള്ളൂ. പക്ഷെ അത് കൺസിഡർ ചെയ്യണ്ട. അതിനേക്കാൾ ബെറ്റർ എന്ന് പറയുന്നത് ഒന്നും കൂടി ആ ഒരു 723 അബോവ് തിരിച്ച് പ്രൈസ് വരുന്ന സമയത്ത് കയറാം. 760 ഫസ്റ്റ്, അതേപോലെ തന്നെ 780 800 എന്നുള്ള ലെവൽസിൽ ബുക്ക് ചെയ്യാം. യെസ്, ADF ഫുഡ്സ് ഓൾറെഡി റണ്ണിങ് ആണ്. നമുക്ക് എഗെയിൻ ഈ ഒരു പാറ്റേൺ ഓക്കെയാണ്. അപ്പോൾ അവിടെ ഒരു ബ്രേക്ക് കടന്നു, കുറച്ച് നേരം കൺസോളിഡേറ്റ് ചെയ്യുന്നു. ഇപ്പോൾ ലാസ്റ്റത്തെ ഫ്രൈഡേ ക്ലോസിങ് ഒരു ഫുൾ ബോഡി ക്ലോസിങ് പ്രോപ്പർ ആയിട്ടുള്ളൊരു പ്രൈസ് ആക്ഷൻ നടക്കുന്നു. അപ്പോൾ ഇതിൻ്റെ എബോ നമുക്ക് കൺസിഡർ ചെയ്യാൻ പറ്റും. 745 46 എബോ നമുക്ക് കൺസിഡർ ചെയ്യാൻ പറ്റും. സ്റ്റോപ്പ് എന്ത് ചെയ്താൽ മതി, ഒരു 320 346 എബോ കൺസിഡർ ചെയ്യാം. 320 താഴെ 7.5% സ്റ്റോപ്പ് വരുന്നുണ്ട്. ഇപ്പോൾ ഇവിടുന്ന് എൻട്രി ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഫസ്റ്റ് ടാർഗറ്റ് എന്ന് പറയുന്നത് 370 ആയിരിക്കും. 390 സെക്കൻഡ് ടാർഗറ്റ്, 420 ഫൈനൽ. ഇപ്പോൾ ഇതിൻ്റെ അകത്തായിരിക്കും നമ്മൾ സ്റ്റോപ്പ് വരുന്നത്. ഒരു മിനിറ്റ്, ഞാൻ നേരത്തെ ഓടുന്ന ഇതൊന്ന് കട്ട് ചെയ്യുന്നുണ്ട്. ഓക്കെ ഫൈൻ. ഇനി നമുക്ക് നോക്കാം. സ്റ്റോപ്പ് വരുന്നത് 320 ബിലോ സ്റ്റോപ്പ് വരും. ഒരു 400 410 വരെയുള്ള മൂവ്മെൻറ്റ്സ് ഇതിൻ്റെ അകത്ത് എക്സ്പെക്ട് ചെയ്യാം. ഇപ്പോൾ ഈ ഒരു ലെവലിൽ നിന്ന് എൻട്രി ചെയ്യുകയാണ്. ഇപ്പോൾ 346 അബോവ് എൻട്രി ചെയ്യുകയാണെങ്കിൽ 370 390 അതേപോലെ തന്നെ 400 ഈ ലെവൽസിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ടാർഗറ്റ് ബുക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതിൻ്റെ അബോവ് മാത്രം കൺസിഡർ ചെയ്താൽ മതി. ഈ ഒരു പാറ്റേൺ ഓക്കെയാണ്. കൺസോളിഡേഷന് ശേഷം സ്ട്രോങ് ആയിട്ടുള്ള ഒരു ക്യാൻഡിൽ ക്ലോസിങ് നമുക്കൊരു കൺവിക്ഷൻ ആണ്. ഇത് എന്ത് ചെയ്യും, അപ്പ് സൈഡിലേക്ക് മൂവ് ചെയ്യും. സ്ലോ ആൻഡ് സ്റ്റഡി ആയിട്ട് എന്ത് ചെയ്യും, ഈ ഒരു ഏരിയ ക്യാപ്ചർ ചെയ്യും എന്നുള്ളത്. അപ്പോൾ ഇത്രയാണ് നമ്മുടെ വാച്ച് ലിസ്റ്റിലുള്ള സ്റ്റോക്കാണ്. ഇനി അതേപോലെ എയറോഫ്ലെക്സും ഏകദേശം ഈ ഒരു പാറ്റേണിലുള്ളൊരു സ്റ്റോക്കാണ്. ഇപ്പോൾ എയറോഫ്ലെക്സിലാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എടുക്കാൻ പറ്റും. അവിടെ ഒരു ബ്രേക്ക് കഴിഞ്ഞു, കൺസോൾട്ടേഷൻ, അത് റീടെസ്റ്റ് നടത്തി സ്ട്രോങ് ആയിട്ടുള്ള ബുള്ളിഷ് ക്യാൻഡിൽ ക്ലോസിങ് നമുക്ക് കൺവിക്ഷൻ ആണ്. അപ്പോൾ അതിൻ്റെ എബോ വേണമെങ്കിൽ എടുക്കാം. നമുക്ക് വളരെ ചെറിയ സ്റ്റോപ്പ് 210 താഴെ സ്റ്റോപ്പ് കീപ്പ് ചെയ്യാം. അതിനുശേഷം എന്ത് ചെയ്യുക, 230 എബോ എൻട്രി നടത്താം. 250 260 അതുപോലെ 270 റേഞ്ചസ് ഒക്കെ നമുക്ക് ഓക്കെയാണ്. അപ്പോൾ ഏകദേശം ഒരു 10% 16% മൂവ്മെൻറ്റ് ഇതിൻ്റെ അകത്ത് എക്സ്പെക്ട് ചെയ്യാം. 7% സ്റ്റോപ്പ് വരുന്നുണ്ട്. അപ്പോൾ ഇവിടെ 2-3 ടാർഗറ്റുകളൊക്കെ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നത് എന്തിനാണെന്ന് വെച്ചാൽ സേഫ് എക്സിറ്റിന് വേണ്ടിയിട്ട്. മാർക്കറ്റ് പല രീതിയിലുള്ള വോളറ്റൈൽ മൂവ്മെൻറ്റ്സ് കാണിക്കും. നിങ്ങൾക്ക് വിത്തിൻ എ വീക്കോ അല്ലെങ്കിൽ 2-3 ഡേയ്സ് കൊണ്ട് 7 to 10% കിട്ടുകയാണെങ്കിൽ നിങ്ങൾ വളരെ വലിയ റിട്ടേൺസ് ആണ് ഗെയിൻ ചെയ്തിട്ടുള്ളത് വളരെ ഷോർട്ട് ടൈമിൽ. നമ്മൾ എൻ്റെ ഒരു സെറ്റപ്പ് പ്രകാരമാണെങ്കിൽ 3 to 5 വീക്സ് വരെയൊക്കെയാണ് ഹോൾഡിംഗ് പീരീഡ് വരുന്നത്. അതിലേക്കാണ് നമ്മൾ പെർഫോം ചെയ്യാൻ എക്സ്പെക്ട്. അവിടെയാണ് 1 വീക്ക് കൊണ്ട് നിങ്ങൾക്ക് 7% 10% മൂവ്മെൻറ്റ് കിട്ടുകയാണെങ്കിൽ നിങ്ങൾക്ക് അവിടെ എന്ത് ചെയ്യാൻ പറ്റും, ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് എന്ന് പറയും. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് അത് എക്സിറ്റ് ചെയ്താൽ ആ ഫണ്ട് ഉപയോഗിച്ചിട്ട് വേറെ ഏതെങ്കിലും സ്റ്റോക്കിലേക്ക് കയറാം. അങ്ങനെ ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിന് വേണ്ടിയിട്ട് കൂടിയാണ് സേഫ് എക്സിറ്റുകൾ പറയുന്നത്. ഫൈനൽ ടാർഗറ്റ് എത്തണമെന്നുണ്ടെങ്കിൽ 3 to 5 വീക്സ് ഒക്കെ ഹോൾഡ് ചെയ്യണം. അപ്പോൾ ബെറ്റർ ആയിട്ടുള്ള റിസൾട്ട് നിങ്ങൾക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി നിങ്ങൾ എന്ത് ചെയ്താൽ മതി, ട്രേഡിങ്ങിന് ഒന്ന് ഡിസിഷൻ മേക്കിംഗ് ഈസി ആക്കിയാൽ മതി. അതായത് 7% കിട്ടുമ്പോൾ അത് എക്സിറ്റ് ചെയ്യണോ വേണ്ടയോ, നിങ്ങളൊരു മൈൻഡ് സെറ്റിനനുസരിച്ച് നിങ്ങൾ തീരുമാനം എടുത്താൽ മതി. വേണ്ട, ഒരു 3 വീക്സോ 5 വീക്സോ ഒക്കെ ഹോൾഡ് ചെയ്താൽ പോലും ഫൈനൽ കിട്ടുന്നവരെ ഓക്കെയാണ് എങ്കിൽ ആ ട്രേഡ് അങ്ങ് റൺ ചെയ്യുക. അപ്പോൾ ഇതിൻ്റെ അകത്ത് എന്ത് ചെയ്യരുത്, നിങ്ങൾ കൺഫ്യൂസ്ഡ് ആവരുത്. ഒരു സ്റ്റോക്കോ 2-3 ദിവസം പെർഫോം ചെയ്തില്ലെങ്കിൽ പിന്നെ അതിന് എക്സിറ്റ് ചെയ്യുക, അല്ലെങ്കിൽ 1% 2% ഡൗൺ ആകുമ്പോഴേക്കും നിങ്ങൾ പാനിക്കാൻ ഒന്നും ആവശ്യമില്ല. നമ്മളെ മെത്തേഡ് എന്ന് പറയുന്നത് ഇതാണ്. നമുക്ക് 5 7 6% സ്റ്റോപ്പ് വരുന്നുണ്ട്, 10 15 16% റിട്ടേൺസ് വരുന്നുണ്ട്, 2-3 വീക്സിൻ്റെ ഹോൾഡിങ്ങും വരുന്നുണ്ട്. അപ്പോൾ പ്രോപ്പറായിട്ട് ഇതാണ് സിസ്റ്റം എന്നുള്ളത് മനസ്സിലാക്കിയതിന് ശേഷം മാത്രം ചെയ്യാം. താങ്ക് യു.